നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സർ. മലയാളം വാനോളം ലാൽ സലാം കവിത വന്നോ? കവിതയല്ല, അത് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു കവിതയുടെ ചെറിയൊരു അംശമാണ്. മലയാളം വാനോളം ലാൽ സലാം. മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇത് കണ്ടത്. മലയാളം വാനോളം ലാൽ സലാം. ഞാൻ മൂന്നാമത്തെ തൊട്ടാണ് ഇത് എടുത്തു പറയുന്നത്. അപ്പൊ ആ ലാൽ സലാം എന്നുള്ളതാണ് എന്നെ ക്യാച്ച് ചെയ്തത്. ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം എന്താണെന്നുള്ളത്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്താലോ? അതെ അതെ, ഈ മലയാളം വാനോളം ലാൽ സലാം ഇതിന്റെ അർത്ഥം എന്താ? രഞ്ജനിക്ക് എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് ആ സിനിമ മാത്രമാണ്, ലാൽ സലാം എന്ന സിനിമ മാത്രമാണ്. അതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു പക്ഷേ അവർക്ക് തന്നെ ഒരു എന്താ പറയുന്നേ, ഈ ലാൽ സലാം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ പാർട്ടി ഒരിക്കലും ഈ പേരിടരുതായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. കാരണം മര്യാദയ്ക്ക് നേരെ ചൊവ്വേ കാര്യങ്ങളങ്ങ് പറഞ്ഞാൽ പോരെ. ഫാൽക്കെ പുരസ്കാരം, ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മഹാനടൻ, അത്രയൊരു വിശേഷണം കൂടി ഇരുന്നോട്ട്, ആ പുള്ളി അത് അർഹിക്കുന്നു. മഹാനടൻ മോഹൻലാലിനെ കേരളത്തിൻ്റെ ആദരം. ഇത്രയും പോരെ? ഇത്രയും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും, മത്തായിക്ക് മനസ്സിലാവും, സാധാരണ തൊഴിലാളി വർഗ പ്രതിനിധികൾക്കും മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിസ്വരായിട്ടുള്ള പ്രവർത്തകരുണ്ട്, അവർക്കും എല്ലാം മനസ്സിലാവുന്ന ഒരു ഭാഷയാണത്. അതിനാണ് മലയാളം. മലയാളം ഭാഷ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത വാക്യങ്ങളൊക്കെ ചേർത്ത്, ഫ്രൈസുകളൊക്കെ ചേർത്തിട്ട് ഇതിനെ ദുരൂഹമാക്കിയെന്ന് മാത്രമല്ല രഞ്ജിനി, ഇതിനകത്ത് ഒരുപാട് സെൽഫ് ഗോളുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മലയാളം വാനോളം എന്നാണ് പറയുന്നത്. മലയാളത്തിലെ സാഹിത്യകാരനാണോ മോഹൻലാൽ? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. മലയാളം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഭാഷയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛനിൽ നിന്ന് ആരംഭിച്ച ആ പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കവിതകൾ അത് വന്ന് നിൽക്കുന്നത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാ വർമ്മയുടെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, ചന്ദന നാഴി എന്നൊക്കെ പറയുന്ന കവിതകളിലൂടെ വരുന്നതാണ്. അദ്ദേഹം മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പോലും പെടാതെയാണോ ഈ ശീർഷകങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്? അതോ ഇനി ആധുനിക കാലത്തെ ചാനലുകളെ പോലെ അനുകരിക്കാനൊരു ഭ്രമമാണോ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്? അപ്പോൾ സാധാരണക്കാരൻ ഇതിൽ പങ്കെടുക്കണ്ട, മനസ്സിലാവണ്ട എന്നാണോ? എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇതിലൊക്കെ പ്രമാദമായിട്ടുള്ള ഒന്നാണ് ലാൽ സലാം എന്നുള്ള പ്രയോഗം. രഞ്ജിനി, ആ സിനിമ കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ആ സിനിമയുടെ പ്രമേയം? എനിക്ക് തോന്നിയ ഒരു പ്രമേയം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് കൃത്യമായിട്ട് അതിനകത്തൊരു ഉള്ളടക്കമുണ്ട്. പാർട്ടിയുടെ പല കാര്യങ്ങൾ എത്ര തീവ്രമായിട്ടാണ് പോരാടിയത് എന്നുള്ളത് അതിനകത്തുണ്ട്. പക്ഷെ അപ്പോഴും അതിൻ്റെ അവസാന ഘട്ടത്തിൽ, അത് ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിജയഘട്ടത്തിൽ ഒരു യഥാർത്ഥ നേതാവിനെ തള്ളിക്കളയുന്നതായിട്ടാണ് എനിക്കവിടെ ഫീൽ ചെയ്തത്. അതിനെപ്പറ്റി പറയപ്പെടുന്നത് വർഗീസ് വൈദ്യൻ എന്ന് പറഞ്ഞ റീലിലല്ല, റിയൽ ലൈഫിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളിൻ്റെ കഥയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സർവ്വതും ബലി കഴിച്ച, അതിനുവേണ്ടി നാളെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് തൻ്റെ എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രവർത്തിച്ച, ജീവൻ പോലും വകവയ്ക്കാതെ പാവങ്ങളെ, തൊഴിലാളി വർഗങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം പടുത്തുയർത്തിയ വർഗീസ് വൈദ്യൻ എന്ന വ്യക്തി, ആ വ്യക്തിയോട് പാർട്ടി ചെയ്തതാണ്. എല്ലാവരും നേതാക്കന്മാരായി, പാർട്ടിയെ ഒറ്റുകൊടുത്തവർ വരെ നേതാക്കന്മാരായിട്ട് പല നിലകളിൽ, ബഹുനിലകളിലുള്ള മന്ദിരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആർഭാടവും ആഡംബരവും നിറഞ്ഞ ജീവിതങ്ങൾ നയിച്ചുകൊണ്ടിരുന്നു. ലക്ഷറി കാറുകളിലേക്ക് അവരുടെ ജീവിതം മാറി, പറിച്ചു നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ സാമൂഹിക ആനുകാലിക ജീവിതത്തിലും കാണുന്നതാണല്ലോ. കപ്പലണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആൾ കോടീശ്വരനായിട്ട് മാറുന്ന റിയൽ എസ്റ്റേറ്റുകളുടെ കഥകളൊക്കെ സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല, നമ്മുടെ പച്ചയായ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. അത്തരം സംഭവ പരമ്പരകൾ ആരോപിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ലാൽ സലാം എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെ കുറിച്ചുള്ളൊരു പരിപാടിക്ക് പേരിടുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരർത്ഥമുണ്ട്. അർത്ഥം ഇതാണ്: മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനാണ് അതിൽ വർഗീസ് വൈദ്യനായിട്ട് പകർന്നാടിക്കൊണ്ട് നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുകയും നമ്മുടെ കണ്ണീരണിയിപ്പിക്കുകയും ചെയ്തത്. നമ്മളെ കണ്ണീരണിയിപ്പിച്ചു. കണ്ണീരണിയിപ്പിച്ചാൽ അതിലെ വില്ലൻ ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. സിനിമ കണ്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലേ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ
വേദനിപ്പിക്കുന്ന ഒരു കാര്യം എടുത്തുകൊണ്ടാണ് ലാൽ സലാം എന്നുള്ള ടൈറ്റിൽ ഈ ആദരവ് ചടങ്ങിന് കൊടുക്കേണ്ട കാര്യം എന്താണ് സഖാക്കളെ? എനിക്കത് മനസ്സിലാവുന്നില്ല. ആർക്കാണ് എവിടെയാണ് പിഴ പറ്റിയത്? അങ്ങനെയൊന്നും പിഴ പറ്റുന്ന പാർട്ടിയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആയിരുന്നില്ലല്ലോ. എല്ലാം ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കുന്ന പാർട്ടിക്ക് ഈ പിഴ എങ്ങനെ പറ്റി? എൻ്റെ ഫ്ലെക്സ് ബോർഡുകളിൽ അത് നിങ്ങളാരും ശ്രദ്ധിക്കുന്നില്ലേ? ഈ വരുന്ന പിഴവുകൾ മനസ്സിലാവുന്നില്ല. വർഗീസ് വൈദ്യനെ ബലിയാടാക്കിക്കൊണ്ട് അവതരിപ്പിച്ച മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച സിനിമയുടെ പേരിട്ടുകൊണ്ട് ആ നടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുക എന്ന് പറയുന്നതിൽ പരം ഒരു ബ്ലണ്ടർ. അതല്ലേ യഥാർത്ഥത്തിൽ ഹിമാലയൻ ബ്ലണ്ടർ. നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അതിനെ നിരാകരിക്കുകയാണ്. നിങ്ങൾ സമ്മതിക്കുമോ വർഗീസ് വൈദ്യനെ നിങ്ങൾ നിരാകരിച്ചെന്ന്? എന്നെങ്കിലും അതിന് കുറ്റമേറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പാർട്ടി സമ്മേളനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം ശിരസാ വഹിച്ചിട്ടുണ്ടോ? നിങ്ങളില്ല. പാർട്ടി അങ്ങനെ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുകയില്ലെന്ന് പറഞ്ഞവർക്ക് ഇവിടെ തെറ്റിയിരിക്കുന്നു ഫ്ലെക്സ് ബോർഡിൽ. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? രഞ്ജനിക്കുണ്ടോ മറുപടി? എന്തെങ്കിലും പാർട്ടിക്കാരോട് നമുക്ക് എന്താണ് മറുപടി? ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരു സിനിമയെ കണ്ടവർക്കറിയാം. കാരണം ആദ്യ കാലഘട്ടം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന രണ്ട് സുഹൃത്തുക്കൾ, പിന്നെ അതിനുശേഷം അവരുടെ തിക്താനുഭവങ്ങൾ, മർദ്ദനങ്ങൾ, ജയിൽ മർദ്ദനങ്ങൾ, പോലീസുകാരുടെ അടിയും തൊഴിയും എന്ന് വെച്ചാൽ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരുപക്ഷെ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നുള്ള കൃത്യമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പക്ഷെ അതിൻ്റെ ഒരു മീഡിയം കഴിഞ്ഞിട്ട് ഒരു പകുതി കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന ഒരു ഭാഗം ഒരുപക്ഷെ മനുഷ്യനെ കണ്ണീരണിയിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അന്ന് മർദ്ദനത്തിലൊക്കെ മർദ്ദിക്കുമ്പോഴും ഒക്കെ ആ പ്രസ്ഥാനത്തിനോടുള്ള ഒരു വികാരമാണ് നമുക്കുണ്ടാകുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ ആ പ്രസ്ഥാനത്തെ പോലും വെറുക്കുന്ന തരത്തിലാണ് പിന്നീടുള്ള ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സിലേക്ക് തിരിയുകയും മറ്റേ സുഹൃത്ത് ആ ഒരു പാർട്ടിയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. തമ്മിലടിക്കുകയും പോരാടുകയും അല്ലെങ്കിൽ തമ്മിൽ തല്ലുകയും ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നതുമായിട്ടുള്ള നിരവധി രംഗങ്ങൾ നമുക്ക് അതിനകത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്? ആദിമ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ആശയം പിന്നീട് വന്നിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുതികാൽ വെട്ടുന്ന തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു മാറ്റമാണ്, ഒരു പാർട്ടിയുടെ മാറ്റമാണ് ശരിക്കും അവിടെ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ രഞ്ജനി, ഈ സിനിമയിൽ തന്നെ പാർട്ടി തന്നെ നിരാകരിക്കുമ്പോൾ സ്വന്തം അധ്വാനം കൊണ്ട് കൂടം കൊണ്ട് പാറ പൊട്ടിച്ചും മറ്റും കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തെ ഒരു ബൂർഷ്വായിട്ടും അദ്ദേഹത്തെ ഒരു വർഗ ശത്രുവായിട്ടും കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ആ സിനിമ നൽകുന്ന സന്ദേശം എന്താണ്? മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. മോഹൻലാൽ അഭിനയിച്ചു, അദ്ദേഹം അഭിനേതാവ് മാത്രമാണ്. മോഹൻലാൽ അഭിനയിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ആ സിനിമയുടെ പേരിട്ടുകൊണ്ട് മോഹൻലാലിനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ എന്താണിവിടെ സംഭവിക്കുന്നത്? ആദരവ് അനാദരവാവുകയാണോ? അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ആദരവ് അനാദരവായി മാറുകയാണോ? ഒരുപാട് സംശയങ്ങൾ. വേറെ മലയാളത്തിൽ നിങ്ങൾ മലയാളം വാനോളം എന്നാണല്ലോ, വാനോളം ഉയരാൻ കഴിവുള്ള വാക്കുകളുള്ള മലയാളത്തിൽ വേറെ വാക്കുകളൊന്നും കിട്ടിയില്ലേ? സിനിമയുടെ ടൈറ്റിൽ വെച്ച് വേണോ ഈ മഹാനെ ആദരിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ എന്താണ് ഈ ഫാൽക്കെ അവാർഡിനെ വിസ്മരിച്ചത്? ഫ്ലക്സ് ബോർഡിൽ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഫ്ലക്സ് ബോർഡിൽ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിനെ ആദരിക്കുന്നുവെന്ന്? ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തെ ആദരിക്കാനുള്ള കാര്യം എന്താണ്? അദ്ദേഹത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? ഒരേ ഒരു മാറ്റമേ സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചു. ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചു. അല്ലാതെ അദ്ദേഹത്തിൻ്റെ 60-ാം പിറന്നാളല്ല, 70-ാം പിറന്നാളല്ല, ഒരു പിറന്നാളും അല്ല. ആ ഫാൽക്കെ എന്നുള്ള വാക്കെഴുതാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിമുഖത? കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞതിലുള്ള ആ പശ്ചാത്താപമാണോ? അതാണ് ഒരു കാര്യം. സദാനന്ദൻ മാസ്റ്ററെ MP ആക്കിയപ്പോൾ അതിനെ നിങ്ങൾ എതിർത്തു. കേരളത്തിൽ നിന്ന് ഒരാളായിട്ടും PT ഉഷ എന്ന് പറയുന്ന ലോക ഓട്ടക്കാരി, നിമിഷങ്ങൾ കൊണ്ട് മാത്രം മെഡൽ നഷ്ടപ്പെട്ട ഓട്ടക്കാരിക്ക് രാജ്യസഭയിൽ അംഗത്വം കൊടുത്തപ്പോൾ സംഘപരിവാർകാരിയാണെന്ന് ലേശമന്യെ നിങ്ങൾ പറഞ്ഞല്ലേ? എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ എതിർക്കാതെ മോഹൻലാലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരാധകരുണ്ട്. മോഹൻലാലിനെ ആദരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആ വോട്ടുകൾ കൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ, നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുതലാക്കാം എന്നുള്ള ഒരു വിചാരമല്ലേ? ഇതേ വിചാരധാരയോടുകൂടിയല്ലേ ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾ പമ്പയിൽ ആസൂത്രണം ചെയ്തത്? അതേ ദുഷ്ടലാക്കോടുകൂടിയല്ലേ മാതാ അമൃതാനന്ദമയെ ആശ്ലേഷിച്ചത്?
അവരുടെ മൂർത്താവിൽ ഒരു ഉമ്മ കൂടി കൊടുത്തത് ബോണസായിട്ട് അതിന് വേണ്ടിയിട്ടല്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? കൈകൾ ശുദ്ധമായിരിക്കണം എന്നും മാത്രമല്ല മനസ്സും ശുദ്ധമായിരിക്കണം. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം വോട്ട് ബാങ്കിൽ കൂടി വോട്ട് നേടിക്കൊണ്ട് ഇന്ത്യയിൽ ആകെ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിനെ നിലനിർത്തുക എന്നതായിരിക്കരുത്, ആ വ്യക്തികളെ ആദരിക്കുക എന്നുള്ളതായിരിക്കണം. അല്ലെങ്കിൽ അത് ബൂമറാങ് ചെയ്യും. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ ആദരിക്കാൻ മൈക്കിൽ കൂടി അനൗൺസ്മെൻറ്റ് ചെയ്തതുപോലെ അതിലെന്താണ് കേട്ടത്? അതിൽ കേട്ടത് വിജയദശമി മോഹൻലാൽ ഇന്നടുത്ത് വരുന്നു എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റിന്റെയോ അങ്ങനെയുള്ള എന്തെങ്കിലും പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. മോഹൻലാലിനെ ആദരിക്കുമെന്ന് ചെവിക്കു ചെവിയത് ആളുകൾ അറിഞ്ഞിട്ട് അവിടെ വന്നോളും. നിങ്ങൾ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്തുകൊണ്ടെന്നിട്ട് വിജയദശമി ദിവസം പോയതെന്താണ്? മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കുന്നു. അല്ല, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കേരള സർക്കാർ ആദരിക്കുന്നു എന്നാണ്. കേരള സർക്കാർ അനൗൺസ് ചെയ്തത് ആരാണ്? അനൗൺസ് ചെയ്തുകൊണ്ട് പോയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു മൈലേജ് അതിൽ കൂടി കിട്ടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, മോഹൻലാലിന് കിട്ടാനല്ല. മാത്രമല്ല പോസ്റ്ററിൽ തന്നെ നമുക്ക് കാണാം പിണറായി, സ്വാഭാവികമാണ്, നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്ററിൽ തന്നെ മുഖ്യമന്ത്രിയുടെ തല ഭയങ്കര വലിപ്പത്തിൽ ഉയരത്തിൽ വെക്കുന്നു മോഹൻലാലിന്റെ. ഇപ്പൊ ഇതിൽ ആർക്കാണ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്? അല്ല, സ്വാഭാവിക. ഇപ്പൊ അയ്യപ്പ ആഗോള സംഗമത്തിൽ നമ്മൾ കണ്ടേ അയ്യപ്പനെ കാണാനേ, അയ്യപ്പനെ ചെറുതാക്കി മുഖ്യമന്ത്രി വലുതാക്കി, അത് പോട്ടെ, അയ്യപ്പൻ അതും അതിനപ്പുറം സഹിക്കും. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പടം മാത്രം പോരായിരുന്നോ? ഫാൽക്കെ അവാർഡൊന്നുമില്ല. ഒന്നും അതിനകത്ത് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞൊരു മെൻഷൻ പോലും ഇല്ല. ഫാൽക്കെ അവാർഡ് നേടുന്നത് കൊണ്ടാണ് മലയാളം വാനോളം ഉയരുന്നത്. നിങ്ങൾ ബാക്കിയെല്ലാം എഴുതി, ഫാൽക്കെ അവാർഡ് ഇവിടെ എഴുതിയിട്ടില്ല. ഫാൽക്കെ എന്ന് പറയാൻ നിങ്ങൾ മഗ്സസെ അവാർഡ് പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണ്ടേ സഖാക്കളി? എന്താണ് ഈ കാണിക്കുന്നത്? അബദ്ധങ്ങൾക്ക് മേൽ അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സെൽഫ് ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ ലാൽ സലാം എന്ന് പറയുമ്പോഴേ ഈ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നതിന് ലാൽ സലാം എന്നൊരു പദം ഉപയോഗിക്കാറുണ്ടെന്ന്. ഇപ്പൊ എല്ലാവരും റെഡ് സല്യൂട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. അതൊരു ഉറുദു ഭാഷയിൽ നിന്നാണ് ഈ ലാൽ സലാം എന്നുള്ളൊരു പേര്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അതൊരു അഭിവാദന പദമാണ് എന്നുള്ളതാണ്. ചുവപ്പ് അഭിവാദനം. ഇങ്ങനെയാണ് ചുവപ്പ് അഭിവാദനം. കേരള ഗവൺമെന്റ് ആദരിക്കുകയാണെങ്കിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കുകയാണെങ്കിൽ അത് ചുവപ്പ് അഭിവാദ്യം മാത്രമാകരുത്, പച്ച അഭിവാദ്യമാകണം. അതുപോലെ തന്നെ കാവി അഭിവാദ്യം കൂടിയായി തീരണം. പച്ചയും ആവാം, എല്ലാ നിറങ്ങളും ചേർത്ത് ആവാം. എല്ലാ നിറങ്ങളും നമ്മുടെ കൊടിയിൽ ഭാരതമാതാവിൻ്റെ കൊടിയുണ്ടല്ലോ, കൊടി ദേശീയ പതാകയിലെ എല്ലാ നിറങ്ങളും അതിനകത്ത് വരണം. വെള്ളയും വേണം. അതെ, അല്ലാതെ ഇത് ശരിയാണ്. CPM-ന്റെ സംസ്ഥാന ഘടകമാണ് ഈ ആദരം നടത്തുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വേടൻ എന്ന് പറയുന്ന ഒരു ആസ്ഥാന കവിയുണ്ടല്ലോ, വേടനെ ആദരിക്കുന്നത് പോലെ ആദരിച്ച് അദ്ദേഹം ഇപ്പോൾ കേസിൽപ്പെട്ട് കിടക്കുകയാണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മളുടെ സർക്കാരിന്റെ പരിപാടിയിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റിന്റെ ചോപ്പ് കയറ്റേണ്ടുന്ന കാര്യമില്ല. കാരണം സർക്കാർ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഭരണമാണെങ്കിൽ പോലും അവിടെ ചുവപ്പ് കയറ്റരുത്. കാരണം സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു നേതൃത്വമാണ്. അപ്പൊ അവിടെ LDF സർക്കാരാണെങ്കിലും UDF സർക്കാരാണെങ്കിലും ഇനി BJP സർക്കാരാണെങ്കിലും അവിടെ ഈ നിറങ്ങൾ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട്. കാരണം അവിടെ സർക്കാർ എന്ന് പറയുന്നത് എന്താണ്? ജനസേവനമാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ലാൽ സലാം എന്ന് പറയുന്നു. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്നതോണം ലാൽ സലാം രണ്ട് രീതിയിൽ എടുക്കുന്നു. ആ സിനിമയിൽ എടുത്താൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുതികാൽ വെട്ടിയ ഒരു നേതാവിന്റെ കഥയാണ് അതിനകത്ത് പറയാനുള്ളത്. രണ്ടാമത് ലാൽ സലാം എന്ന് പറയുന്ന ഒരു വാക്കെടുത്തു കഴിഞ്ഞാൽ പരസ്പരം അഭിവാദിക്കുന്ന, അതായത് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പരസ്പരം അഭിവാദനം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ലാൽ സലാം. അപ്പൊ ഈ രണ്ട് രീതിയിലും എടുത്താൽ ആ ഒരു പദം തന്നെ തെറ്റാണ്. മലയാളം വാനോളം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതുപോലെ മലയാളം വാനോളം ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തികളാണ് സാഹിത്യകാരന്മാരല്ലേ. അല്ലാതെ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം സിനിമയാണ് വാനോളം, അല്ലെങ്കിൽ നടൻ, അല്ലെങ്കിൽ തന്റെ മഹാനടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇത്തരത്തിൽ ഭയങ്കര രീതിയിൽ ആക്കേണ്ടുന്ന കാര്യമില്ല. പിന്നെ രണ്ടാമത് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന് കൊടുക്കുക, അതിൽ പിണറായി വിജയന്
അഭിവാദനം ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ കേരള സർക്കാരിന്റെ, അതിൽ തന്നെയാണ് ആ പോസ്റ്റർ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നലെ അനൗൺസ്മെന്റ് ചെയ്തത് പിണറായി വിജയന്റെ അഭിവാദനം പിണറായി വിജയൻ ആദരിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഒരു വ്യക്തി ആദരിക്കുന്നതാണോ ഇത്? ഗവൺമെന്റ് ആദരിക്കുമ്പോൾ എല്ലാ ജനങ്ങൾക്കും കൂടി ആദരിക്കുന്നതല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അതുപോലെ തന്നെ എനിക്കൊരു പേടി ഇപ്പോൾ ഈ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്ത് എല്ലാവരെയും വിളിച്ചു കയറ്റി ഇവരുടെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി കാണിക്കാൻ വേറെ ആൾക്കാരെയും ഗവൺമെൻറ്റിലെ സ്ഥിരമുണ്ടല്ലോ പഴയ ആശാ വർക്കർമാരൊക്കെ അവരെ എല്ലാം കൂടെ വിളിച്ചിട്ട് കനകക്കുന്നിലാണല്ലോ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലല്ലേ സ്വീകരണം, അവിടെ പരിമിതമായിട്ടുള്ള സ്ഥലമേ വേടൻ കഴിഞ്ഞ് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ നിശാഗന്ധിയിൽ പരിപാടി അവതരിപ്പിച്ചു. ഈ മരക്കൊമ്പിന്റെയൊക്കെ ചില്ലയിലെ ഷീറ്റിന്റെ പുറത്തൊക്കെയാണ് കുട്ടികൾ ഇരുന്നത്. ഒരു നിയന്ത്രണമില്ലായിരുന്നു. ഒരു പക്ഷേ ഇതിനിടയ്ക്ക് റാപ്പ് മ്യൂസിക് വരുമ്പം കുട്ടികൾ തകർത്താടുകയാണ്. ഒരാളൊന്ന് വീണ അതിന്റെ പുറത്ത് എല്ലാവരും വീണ്. എന്തൊരു വലിയ അപകടമായിരുന്നു. കരൂർ നമ്മുടെ മുമ്പിലുണ്ട്. വിജയനെ കാണാൻ പോയ കരൂർ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഇങ്ങനൊരു മഹാനടൻ എവിടെ പോയാലും ആളുകൾ തിക്കി തിരക്കി അങ്ങനെ ആളുകളിൽ നിന്ന് ഒളിച്ചു നടക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പരസ്യത്തിന്റെ ആവശ്യമില്ല. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലൊക്കെ ഒരു പരിധി കൂടുതൽ ആൾക്കാരെ തിങ്ങി നിറയ്ക്കാൻ പറ്റത്തില്ല. ഒരു കോമൺ പ്ലേസ് പോലല്ല നിശാഗന്ധി ഓഡിറ്റോറിയം. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 10, 2000, 3000 പേരെയൊക്കെ അതിനകത്ത് കയറ്റാൻ പറ്റും. അതിനപ്പുറം 3000 തന്നെ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതിനപ്പുറം ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഈ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാവരും വരണം എന്നുള്ള രീതിയിലൊക്കെ ഈ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എവിടെ നിന്നല്ല ഒരുപക്ഷെ ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാലിനെ ഒന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ, ആ അവാർഡിന്റെ വിജയത്തിൽ ആരാധകർ പങ്കെടുക്കാൻ, മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പക്ഷെ വന്ന് ഇത് ആൾക്കൂട്ടം തിങ്ങിത്തിരക്കിയാൽ എന്ത് ചെയ്യും? നിലവിലുള്ള പോലീസ് സേനയ്ക്ക് പറ്റുമോ? ചിലപ്പോൾ നമുക്കറിയില്ല. അവർ അതിന് വേണ്ടിയിട്ട് പട്ടാളത്തെ വരെ ഇറക്കാൻ വേണ്ടി സന്നദ്ധമായിട്ട് നിൽക്കുമായിരിക്കും. എന്നാ കേരളത്തിലെ എല്ലാ പോലീസുകാരെയും വിളിക്കുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ രഞ്ജിനി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമുക്കറിയാം നിശാഗന്ധി എന്ന് പറഞ്ഞത് നിരന്ന ഒരു സ്ഥലമല്ല, നിരപ്പുള്ള സ്ഥലമല്ല, ചരിഞ്ഞെരിഞ്ഞ് കിടക്കുക. ഒരാൾ വീണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ പുറകിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ ചവിട്ടിക്കൊല്ലലാണ് നടക്കുന്നത്. അത് നടത്താൻ നല്ല സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ആദരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ആദരിക്കപ്പെടേണ്ട ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ ചുവപ്പണിഞ്ഞ് ആദരിക്കേണ്ടുന്ന കാര്യമില്ല. അത് പോട്ടെ, അതിലെ തെറ്റുകളെല്ലാം നമ്മൾ വിസ്മരിച്ചാലും ആ മഹാനടന്റെ സാന്നിധ്യത്തിൽ ഒരു ഹ്യൂമൻ ട്രാജഡി ഉണ്ടാവാതിരിക്കാൻ വേണ്ട ബാൻഡോബുസ്റ്റ്, പോലീസ് സന്നാഹം, അതുപോലെ തന്നെ കയർ കെട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയർ കെട്ടി ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. സമയത്തിന് ചടങ്ങ് നടക്കുക എന്നുള്ളതും പ്രധാനമാണ്. കാരണം കരൂരിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്തിന് 4 മണിക്കൂർ വൈകിയാണ് വിജയ് അവിടെ എത്തിയത്. അതിൽ നമ്മുടെ പിണറായി വിജയൻ പക്ക പെർഫെക്റ്റ് ആണ്. ആണല്ലേ? നന്നായിരിക്കട്ടെ. നമ്മുടെ ശ്രീ പിണറായി വിജയൻ പിണറായി വിജയന്റെ മോഹൻലാൽ തിരക്കേറിയ നടനാണ്. അദ്ദേഹത്തിന് വരാൻ വേണ്ടി ഒരു ഷൂട്ടിന്റെ സമയം അല്പം ഒന്ന് നീണ്ടുപോയാൽ അങ്ങനെ വരാം. പിണറായി വിജയന്റെ കുറ്റമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ പിണറായി അല്ലല്ലോ നമ്മൾ ആദരിക്കുന്നത്, മോഹൻലാലിനെ അല്ലേ? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട ക്ഷമിക്കണം, പിടിക്കരുത് പോലീസിലെ പത്മനാഭം പറഞ്ഞ അറിയാതെ പറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. മോഹൻലാൽ വരാൻ അല്പം വൈകിയാലും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അല്പം വൈകിയാലും ഉണ്ടാവാത്ത തരത്തിൽ അവിടെ ഉൾക്കൊള്ളാവുന്ന ആളുകൾ മാത്രമേ പാടുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ടി വിയിൽ കൂടി കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ ആദരിക്കൽ ചടങ്ങ് ഇതിൽ പറ്റിയ പിഴവുകളും ഗ്രാമർ മിസ്റ്റേക്കുകളും നമുക്ക് വേണ്ടി നല്ല കാര്യത്തിന് തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങളുടെയും സഹായമുണ്ടാകും. അതോടൊപ്പം ഇവിടെ കരൂർ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് എല്ലാവിധത്തിലുള്ള നിയന്ത്രണങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. മഹാനടന് ഫാൽക്കെ അവാർഡ് കിട്ടിയ ആ മഹാനടന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം, കേരളം മുഴുവൻ മഹത്തായ ഒരു ആദരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കാത്തിരിക്കുകയാണ്. ആ സിനിമയിൽ കണ്ട അതേ രോമാഞ്ചത്തോടു കൂടി ലൈവായിട്ട് കാണേണ്ട ആളുകൾ നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളത്തോടു കൂടി അതിൻ്റെ ആയുസ് തീർന്നു കഴിഞ്ഞു. എങ്കിലും ഇനിയുള്ള സമയങ്ങളിലെങ്കിലും പോസ്റ്റർ അടിക്കുമ്പോൾ നിങ്ങളുടെ പോസ്റ്റർ ബോയ്സെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്
എന്നുള്ളൊരു നിർദ്ദേശം കൂടി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന മഹാൻ നടന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനി അദ്ദേഹത്തിന് വലിയ വലിയ അവാർഡുകൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. ഒപ്പം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വിട വാങ്ങാം. ലാൽ സലാം. ലാൽ സലാം ആണോ? നമസ്തേ.